ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യാം അടുത്ത അടുത്ത ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 10. Integral of x cube minus 1 divided by x square dx. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്പ്ലിറ്റ് ചെയ്യും. x cube by x square minus 1 by x square. x cube by x square means x. 1 by x square നമുക്ക് x raised to minus 2 എന്ന് എഴുതാം. x raised to minus 2. ഇൻ്റഗ്രൽ ഓരോന്നോരോ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓരോന്നോരോ ഇൻ്റഗ്രൽ ആക്കേണ്ട, അതിൻ്റെ കൂടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് നോക്കാം. പിന്നെ എക്സ് റേസ്ഡ് മൈനസ് 2 ഇൻ്റഗ്രൽ എന്ന് നോക്കാം. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ്ഡ് മൈനസ് 2 ഇൻ്റഗ്രൽ എക്സ് റേസ്ഡ് മൈനസ് 2 പ്ലസ് 1 ഉണ്ടാവും. മൈനസ് 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -1. അത് എക്സ് റേസ് ടു മൈനസ് 2 പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1 അങ്ങനെയാണ് വരിക. എക്സ് റേസ് ടു -2 പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1 ആണ് വരിക. -2 പ്ലസ് 1 -1. എക്സ് റേസ് -1 ഡിവൈഡ് ബൈ -1 പ്ലസ് c. ഇത്ര എഴുതിയാൽ മതി. രണ്ട് മൈനസ് ഉണ്ട്, രണ്ട് മൈനസ് പ്ലസ് ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് റേസ് -1 പ്ലസ് c. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ അറിയാം, വേണമെങ്കിൽ എക്സ് റേസ് -1 1 ബൈ എക്സ് പ്ലസ് c എന്ന് എഴുതാം. അപ്പോൾ പറയാം ക്വസ്റ്റ്യൻ എക്സ് ക്യൂബ് -1 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ -1 ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ക്ലിയർ ആണല്ലോ. പിന്നെ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ ക്യാൻസൽ ആയി പിന്നെ എക്സ് എന്നുണ്ടാവും. -1 ബൈ എക്സ് സ്ക്വയറിന് എക്സ് റേസ്ഡ് -2 എന്നായിരുന്നു. ഇനി ഇൻ്റഗ്രേഷൻ നടത്താം. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ഒന്ന് കൂടി രണ്ടാകും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ്ഡ് -2ന് -2 പ്ലസ് 1 ഒന്ന് കൂട്ടണമല്ലോ. 5 ആണ് 6 അല്ല വരും. അപ്പോൾ -2 പ്ലസ് 1 -2 പ്ലസ് 1 -1 വരും. അപ്പോൾ എക്സ് റേസ്ഡ് -1 ഡിവൈഡ് ബൈ -1 പ്ലസ് c. ഇത്ര എഴുതിയാൽ മതി. വേണമെങ്കിൽ ഈ രണ്ട് മൈനസ് കൂടി ആകുമ്പോൾ എന്തൊക്കെ പ്ലസ് ആകും. എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് റേസ്ഡ് -1 പ്ലസ് c. ഈ മൈനസും പ്ലസ് ആയി. പിന്നെ എക്സ് റേസ്ഡ് -1 പ്ലസ് എക്സ് റേസ്ഡ് -1 1 ബൈ എക്സ് എന്ന് എഴുതാം. അതൊക്കെ നിർബന്ധമല്ല. സ്റ്റെപ്പ് ഒന്നും ഫുൾ സ്റ്റെപ്പ് ചെയ്താണെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1 ബൈ എക്സ് പ്ലസ് c എന്നുണ്ടാവും. ക്ലിയർ ആയിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യം തന്നെ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ -1 ബൈ എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയറിന് എക്സ് എന്ന് എഴുതാം. പിന്നെ ഒരു 1 ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവും. 1 ബൈ എക്സ് സ്ക്വയറിന് എക്സ് റേസ്ഡ് -2 എന്ന് എഴുതാം. ഓരോന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 നമുക്കറിയാം. മൈനസ് എക്സ് റേസ്ഡ് -2ൻ്റെ എക്സ് റേസ്ഡ് -2 പ്ലസ് 1 ബൈ -2 പ്ലസ് 1, അതായത് എക്സ് റേസ്ഡ് -1 ഡിവൈഡ് ബൈ -1 പ്ലസ് c. അങ്ങനെ കിട്ടും. അവിടെ നിർത്തിയാൽ മതി. അല്ലെങ്കിൽ രണ്ട് മൈനസ് പ്ലസ് ആക്കുക. പിന്നെ ഒരു എക്സ് റേസ്ഡ് -1 ഉണ്ടാവും. അല്ലെങ്കിൽ എക്സ് റേസ്ഡ് -1ൻ്റെ 1 ബൈ എക്സ് കൂടി എഴുതി അങ്ങനെ മാറ്റി ചെയ്തു. ക്ലിയർ ആയിട്ടുണ്ടാവും. ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 11. എക്സ് റേസ്ഡ് 2/3 പ്ലസ് 1 dx. ക്വസ്റ്റ്യൻ നമ്പർ 11. ഓരോന്നോരോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് റേസ്ഡ് 2/3 ഇൻ്റഗ്രൽ
2/3 പ്ലസ് 1 ഉണ്ടാവും. പിന്നെ 1 ഇൻ്റഗ്രൽ എക്സ് പ്ലസ് 2/3 പ്ലസ് 1 എത്ര? 2/3 1 കൂട്ടിയതിനാണ് 5/3 ഉണ്ടാവും. പിന്നെ കൂട്ടൊക്കെ ചില ദിവസം പഠിക്കുന്നതാണ്, ഓർമ്മയുണ്ടാവും ചിലപ്പോൾ. 2/3 ഒന്നുകൂടി കൂട്ടിയാൽ 5/3 ഉണ്ടാവും, 5/3. അതാണ് ആൻസർ. എക്സ് റേസ് ടു 5/3 ഡിവൈഡ് ബൈ 5/3 പ്ലസ് എക്സ് പ്ലസ് സി. അതോടെ ക്വസ്റ്റ്യൻ എക്സ് റേസ് ടു 2/3 പ്ലസ് 1 ഡി എക്സ്. എക്സ് റേസ് ടു 2/3 ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2/3 പ്ലസ് 1 ബൈ 2/3 പ്ലസ് 1 എന്നാണ് വരിക. 2/3 1 കൂട്ടിയാൽ 2/3 1 കൂട്ടിയാൽ 5/3 ആണ്. എന്നാൽ എക്സ് റേസ് ടു 5/3 ഡിവൈഡ് ബൈ 5/3 പ്ലസ് പിന്നെ 1 ആണ്. 1 ഇൻ്റഗ്രൽ എക്സ് പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ നമ്പർ 12, 12ാമത്തെ ക്വസ്റ്റ്യനെ പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. എക്സ് റേസ് ടു 3/2 x raised to 3/2 plus 2 e raised to x minus 1/x dx. ഓരോന്നോരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സ് റേസ് ടു 3/2 ഇൻ്റഗ്രൽ എത്ര വരിക? 3/2 പ്ലസ് 1/3/2 പ്ലസ് 1 ഉണ്ടാവും. ഇവിടെ 3/2 പ്ലസ് 1 3/2 പ്ലസ് 1 വരെ വരിക. 3/2 പ്ലസ് 1/3/2 പ്ലസ് 1 ഉണ്ട്. എക്സ് റേസ് ടു 3/2 പ്ലസ് 1 ഡിവൈഡ് ബൈ 3/2 പ്ലസ് 1. 3/2 ഒന്നും കൂട്ടി എത്രയാണെന്ന് അറിയണ്ടേ? 3/2 1 കൂട്ടണം. 3/2 1 കൂട്ടിയാൽ 5/2. 3/2 1 കൂട്ടിയാൽ 5/2. അപ്പോൾ എക്സ് റേസ് ടു 5/2 ഡിവൈഡ് ബൈ 5/2 പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് മൈനസ് 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ്. നമുക്ക് ഓരോന്നോരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് റേസ് ടു 3/2 ഇൻ്റഗ്രൽ 3/2 1 കൂട്ടിയാൽ അറിയാമല്ലോ 5/2. അപ്പോൾ എക്സ് റേസ് ടു 5/2 ഡിവൈഡ് ബൈ 5/2. പിന്നെ 2 കോൺസ്റ്റൻ്റ് ആണ്. 2 ഇൻറ്റു ഇ റേസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് എക്സ് മൈനസ് 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഞാൻ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 13. Question number 13. Root x plus 1 by root x whole square dx. A plus b whole square നമുക്കറിയാം. a square plus b square plus 2ab. അല്ലെങ്കിൽ a square plus 2ab plus b square. root x whole square x. അവിടെ റൂട്ട് എക്സും 1 ബൈ റൂട്ട് എക്സിൻ്റെ റൂട്ട് എക്സും ക്യാൻസൽ ആകും. പിന്നെ 2 മാത്രമേ ഉണ്ടാവും. 1 ബൈ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ വെച്ചാൽ 1 ബൈ എക്സ്. റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ്. 1 ബൈ എക്സ് ഡി എക്സ്. ഒരു സ്റ്റെപ്പ് കൂടിയേ ഉള്ളൂ. ഓരോന്നോരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ് സ്ക്വയർ ബൈ 2. 2ൻ്റെ ഇൻ്റഗ്രൽ 2x.
1/xന് ഇന്റഗ്രൽ ലോഗ് മോഡ് എക്സ്. ഒന്നുകൂടി നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13. നമ്പർ സീരിയൽ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ സീരിയൽ നമ്പർ ഇതേപോലെ തന്നെ ഇട്ട് പോണേ. ക്വസ്റ്റ്യൻ നമ്പർ 13 √x + 1/√x ഹോൾ സ്ക്വയർ dx. a + b ഹോൾ സ്ക്വയർ നമുക്കറിയാം a² + 2ab + b സ്ക്വയർ. √x ഹോൾ സ്ക്വയർ 2 × √x 1/2√x 2ab + b സ്ക്വയർ ആണ് രണ്ടാമത്തെ സ്ക്വയർ 1/√x സ്ക്വയർ. √x സ്ക്വയർ പറഞ്ഞാൽ x ആണ് നമുക്കറിയാം. ഇവിടെ √x ക്യാൻസൽ പിന്നെ 2 മാത്രമേ ഉണ്ടാവും. പ്ലസ് 1/√x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/x. പിന്നെ ഓരോന്നോരോന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2, 2ൻ്റെ ഇൻ്റഗ്രൽ 2x. അതൊക്കെ എത്ര നമ്മൾ എഴുതിയാണ്. 1/xൻ്റെ ഇൻ്റഗ്രൽ ലോഗ് മോഡ് എക്സ്. നമ്മളിങ്ങനെ അടുത്ത സ്റ്റേജിൽ ഇങ്ങനെ അടുത്ത സ്റ്റേജിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർമുലകൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. Number 14 √x - 1/√x whole square. √x - 1/√x whole square. ഇവിടെ മൈനസ് ആണ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രോബ്ലം തന്നെ പ്ലസിന് വരെ മൈനസ് ആണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് a - b ഹോൾ സ്ക്വയർ ആയിരുന്നു. a - b ഹോൾ സ്ക്വയർ a² - 2ab. ഇവിടെ മൈനസ് ഉണ്ടാവും. a² - 2ab + b സ്ക്വയർ. അപ്പോൾ √x സ്ക്വയർ എക്സ് ഇത് മൈനസ് ആയ ഇവിടെ -2 √x ക്യാൻസൽ ചെയ്ത് 2. പിന്നെ ഇവിടെ പ്ലസ് 1/x തന്നെ. എക്സിൻ്റെ x²/2 ഇവിടെ ഉണ്ടാവും. പ്ലസ് ഇത് മൈനസ് ആവും. x² - 2x + log mod x + c. ക്വസ്റ്റ്യൻ നമ്പർ 14 a - b ഹോൾ സ്ക്വയർ ഫോമാണ്. അപ്പോൾ a² - 2ab + b സ്ക്വയറിൻ്റെ ഫോം ഇവിടെ മൈനസ് ആവുന്ന മാത്രമാണ്, വ്യത്യാസമൊന്നുമില്ല. കഴിഞ്ഞ കണക്ക് തന്നെ പ്ലസിന് വരെ മൈനസ് ആണെന്ന് മാത്രം. അപ്പോൾ √x ഹോൾ സ്ക്വയർ -2 √x 1/√x + 1/√x ഹോൾ സ്ക്വയർ നിന്ന് √x ഹോൾ സ്ക്വയർ എക്സ് ഇവിടെ മൈനസ് ആണ്. ഇത് ക്യാൻസൽ പിന്നെ -2 മാത്രമേ ഉണ്ടാവും. -2 മാത്രമേ ഉണ്ടാവും. പ്ലസ് ഇത് 1/x തന്നെ. പിന്നെ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 മൈനസ് 2ൻ്റെ ഇൻ്റഗ്രൽ 2x പ്ലസ് 1/xന് ലോഗ് മോഡ് എക്സ് + c. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 15. x³ + 5x² - 4 / x² dx. സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ x³ / x², 5x² / x² -4/x². സ്പ്ലിറ്റ് ചെയ്യാം. അതിന് പറയേണ്ട ആവശ്യമുണ്ടാവില്ല. സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ x³ / x² + 5x² / x² -4/x² dx. x³ / x² x ആണ് നമുക്കറിയാം. വെട്ടിയ x ആണ്. ഇതിൽ x² ക്യാൻസൽ ചെയ്താൽ പിന്നെ 5 മാത്രമേ ഉണ്ടാവും. -4 × x², ഡിനോമിനേറ്ററിൽ x² മുകളിലെത്തുമ്പോൾ x⁻². ഇനി ഒരു സ്റ്റെപ്പ് കൂടിയല്ലോ. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 5ൻ്റെ ഇൻ്റഗ്രൽ 5x ആണ് നമുക്കറിയാം. -4 × x⁻²ൻ്റെ -2 + 1/-2 + 1 ഉണ്ടാകുക. -2 + 1 -1 അല്ലേ.
ഇവിടെ -4 ഇൻറ്റു എക്സ് റേസ് -1 ഡിവൈഡ് ബൈ -1 പ്ലസ് സി. അല്ലെങ്കിൽ 2 മൈനസ് ഇട്ട് പ്ലസ് ഒക്കെ ആക്കട്ടോ. ഈ മൈനസും കൂടി പ്ലസ് ആക്കിയിട്ട് ഞാൻ ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഈ മൈനസ് പ്ലസ് ആക്കിയിട്ട് x²/2 പ്ലസ് 5x പ്ലസ് 4x റേസ് -1 പ്ലസ് സി എഴുതി അവിടെ നിർത്താം. വേണമെങ്കിൽ എക്സ് റേസ് -1 വേണമെങ്കിൽ 1/x എന്ന് എഴുതിയിട്ട് അങ്ങനെ നിർത്താം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെ നിർത്താം. അവിടെ കൊണ്ടൊന്നും വിഷയമില്ല. ഒന്നുകൂടി പറയാം. സ്പ്ലിറ്റ് ചെയ്യും. x³ x², 5x²/x² -4/x² ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. അത് നമുക്കറിയാം. പിന്നെ x³ ആ എക്സാ നമുക്കറിയാം. പ്ലസ് ഇവിടെ x² ക്യാൻസൽ -+5 ഉണ്ടാവും. +5 മാത്രമേ ഉണ്ടാവും. -4 ഇൻറ്റു എക്സ് ഡിനോമിനേറ്ററിൽ x² മോളാക്കുമ്പോൾ x റേസ് -2. കാരണം x റേസ് n ഇൻ്റഗ്രലാണ്. x റേസ് n+1 ഡിവൈഡ് ബൈ n+1 അതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കൊണ്ടത്. എക്സിന് ഇൻ്റഗ്രൽ x²/2 പ്ലസ് 5ന് ഇൻ്റഗ്രൽ 5x -4 ഇൻറ്റു -4 കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു x റേസ് -2ന് ഇൻ്റഗ്രൽ x റേസ് -1 ഡിവൈഡ് ബൈ -1. അതവിടെ -4 ഇൻറ്റു x റേസ് -1 ഡിവൈഡ് ബൈ -1 പ്ലസ് സി അവിടെ നിർത്തിയാൽ മതി. ഇനി സമയമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 2 മൈനസുള്ളതുകൊണ്ട് പ്ലസ് ആക്കി 4x റേസ് -1 പ്ലസ് സി അവിടെ നിർത്താം. ഇനി പിന്നെ ഒന്നുകൂടി എഴുതാനൊക്കെ തോന്നാം. x റേസ് -1 കണ്ട് 1/x ഒക്കെ എഴുതാനൊക്കെ തോന്നാം. സമയം ഉണ്ടെങ്കിൽ വേണം 1/x കൂടി എഴുതാം. അല്ലെങ്കിൽ എഴുതണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാർട്ടിങ്ങിലാണുള്ളത്, തുടക്കത്തിലാണ്. ഓരോ എത്ര എളുപ്പമുള്ള പ്രോബ്ലം ആണെങ്കിലും മിനിമം 10 പ്രാവശ്യം എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റാർട്ടിങ് നമ്മൾ സ്ലോ ആണ് പോണത്. അതൊരു പീരീഡ് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ സ്ലോ ആയിരിക്കില്ല. പിന്നെ ഫ്ലോ അനുസരിച്ച് അങ്ങനെ പോയിക്കൊള്ളും. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ക്ലാസ്സിൻ്റെ കൂടെ എങ്ങനെ വരണം, ക്ലാസ്സിൻ്റെ കൂടെ ഫുൾ ഇങ്ങനെ വരാഞ്ഞാൽ ക്ലാസ് ശരിയായി കേൾക്കുക, സംഘത്തിൽ കേൾക്കുക, കൂടുതൽ പ്രാവശ്യം എഴുതി പഠിക്കുക. അറിയുന്നതാണെങ്കിലും എളുപ്പമൊക്കെ തോന്നും. അങ്ങനെ എഴുതി പഠിക്കാതെ ഇൻ്റഗ്രേഷൻ ടഫായി പോയ ആളുകളൊക്കെ ഉണ്ട്. എളുപ്പമാണ് തോന്നിയാണെങ്കിലും എഴുതണം. കാരണം ഇത് ഇൻ്റഗ്രേഷനാണ് സംഭവം. പിന്നെ അതിനനുസരിച്ച് എഴുതി പഠിക്കുക, പരീക്ഷ ചെയ്ത് അങ്ങനെ ആ രീതിയിൽ സിസ്റ്റമാറ്റിക്കായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂടി അല്ലെങ്കിൽ സ്പീഡ് കൂടുതൽ നിങ്ങൾ അറിയില്ല. ഓട്ടോമാറ്റിക്കായി അങ്ങനെ പോയിക്കോളും. ഇതിൻ്റെ കൂടെ അങ്ങനെ പോകുന്നോളും. അതാ ഈ സിസ്റ്റം നമ്മൾ ഈ പോക്കുന്ന പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കൂടെ കയറായില്ല. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ എങ്ങനെ പോകണം. അത് സാധാരണ സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ സ്ലോ ആയിട്ട് പോവുക. പിന്നെ അതിങ്ങനെ സ്പീഡ് കൂടുതൽ നിങ്ങൾ അറിയാതെ സ്പീഡ് കൂട്ടി ഞാൻ കൊണ്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി എഴുതി പഠിക്കുക. പറയുന്നത് അതുപോലെ അനുസരിച്ച് കേൾക്കുക. സെപ്പറേറ്റ് നോട്ട് ഉണ്ടാക്കുക. മീൻസ് ഇൻ്റഗ്രേഷൻ പ്രത്യേക വലിയ നോട്ട് പിന്നെ എടുത്തിട്ട് ആ നോട്ടിനാണ് എഴുതേണ്ടത്. ഇൻ്റഗ്രേഷൻ നല്ലൊരു നോട്ട്, ഇൻ്റഗ്രേഷനായിട്ട് തന്നെ ഒരു നോട്ട് വേണം. പിന്നെ ഈ പ്രോബ്ലം നമ്പറൊക്കെ സീരിയൽ നമ്പർ, പ്രോബ്ലത്തിൻ്റെ സീരിയൽ നമ്പർ അതേപോലെ തന്നെ ഇട്ട് പോവുക. അങ്ങനെ വരികയാണെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ആ ക്വസ്റ്റ്യൻ പിന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പറാണ് പറയേണ്ടത്. അതുകൊണ്ട് പരമാവധി എഴുതി പഠിക്കാം. ഓക്കെ.